ഹായ് ഹലോ എല്ലാവർക്കും ടെക്ലെയറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഉബുണ്ടു എന്താണ്, അപ്പം ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അതുപോലെ തന്നെ വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള വീഡിയോസ് ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പം ഇന്ന് ഉബുണ്ടു എങ്ങനെ ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉബുണ്ടു ഉപയോഗിക്കുന്നത്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഇത് വെച്ചാണ് ഇന്ന് വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉബുണ്ടു ലോക്ക് സ്ക്രീനിൽ തന്നെ തുടങ്ങാം. ഇതാണ് ഉബുണ്ടുവിൻ്റെ ടിപ്പിക്കൽ ലോക്ക് സ്ക്രീൻ. അപ്പം നമുക്ക് ബൂട്ടിംഗ് ആയ സമയത്ത് ഇത് ഒരു പർപ്പിൾ കളർ വിൻഡോ ആയിരിക്കും. രണ്ടാമത് നിങ്ങൾ ലോക്ക് ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പേരും പിന്നെ പാസ്വേഡ് അടിക്കാനുള്ള സ്പേസും വരും. അപ്പോൾ അവിടെ നമ്മുടെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഹോം പേജിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് ഉബുണ്ടുവിൻ്റെ ടിപ്പിക്കൽ ഹോം പേജ്. വാൾപേപ്പർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ഹോം പേജിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതിന് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ആപ്പ് ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ബാർ കാണാം. ടൈം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് റൈറ്റ് സൈഡിൽ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷനും പിന്നെ നമുക്ക് ആവശ്യമുള്ള കൺട്രോൾസും അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വൈഫൈ, ബാറ്ററി സെറ്റിങ്സ്, ലോക്ക്, പിന്നെ പവർ ഓഫ് ചെയ്യാനും ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജിൽ ഒരു ഫോൾഡർ കിട്ടും, പിന്നെ ഒരു ട്രാഷും കിട്ടും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പം ഫോൾഡറിനകത്ത് കയറി നോക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ്സ്, മ്യൂസിക്, പിക്ചേഴ്സ്, പബ്ലിക്, സ്നാപ്പ്, ടെംപ്ലെറ്റ്സ്, വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡേഴ്സ് നമുക്ക് പ്രീ ഇൻസ്റ്റാളായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ഫയൽ കിടപ്പുണ്ട്. അതിന് രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്ര ഫോൾഡേഴ്സാണ് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ആപ്പ് ഡ്രോവർ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഇത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും ആപ്ലിക്കേഷൻസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഗൂഗിൾ ക്രോം, പിന്നെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിൻ്റെ 2 പിന്നീട് VLC പ്ലെയർ. ഈ 4 ആപ്ലിക്കേഷൻ മാത്രമേ ഞാൻ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നത് തന്നെയാണ്. ഈ യൂട്ടിലിറ്റീസിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ ടൂൾസും പിന്നെ കാൽക്കുലേറ്റർ അതുപോലത്തെ സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള ടൂൾസാണ് കിട്ടുന്നത് യൂട്ടിലിറ്റീസ്. പിന്നെ എല്ലാം നോക്കിക്കഴിയുവാണെങ്കിൽ കുറച്ച് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിൽ അവൈലബിളാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിബർ ഓഫീസിന് സെറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിട്ടാണ് കിട്ടുന്നത്. ലിബർ ഓഫീസ് ഡ്രോ, ലിബർ ഓഫീസ് ഇമേജ്, ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ് കാൽക്ക്, അങ്ങനെ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് ഓപ്പൺ ഓഫീസിൻ്റെ ആ ഒരു സെറ്റിൻ്റെ നേരെ പാരലലായിട്ട് നിൽക്കുന്ന ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ്. അപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ആയി കിട്ടുന്നത്. പിന്നീട് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന വെബ് ബ്രൗസറാണ്. അത് വെബ് ബ്രൗസർ ഇത് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫയർഫോക്സിൻ്റെ ആണ്, ക്രോം അല്ല, ഫയർഫോക്സ് ആണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ക്രോം ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതും ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റിങ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വൈഫൈ ആണ് വരുന്നത്. വൈഫൈ നമുക്ക് എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കാം. പിന്നെ വൈഫൈ ഡിവൈസുകളെ വൈഫൈ നെറ്റ്വർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെ നെറ്റ്വർക്കാണ് വരുന്നത്. അപ്പം നെറ്റ്വർക്കിൽ നമുക്ക് USB വഴി കണക്ട് ചെയ്യാനും പിന്നെ PS2 വഴി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് VPNൻ്റെ ആ ഒരു ഓപ്ഷനും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ബ്ലൂടൂത്ത്. ഫയൽ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ബ്ലൂടൂത്ത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് ബാക്ക്ഗ്രൗണ്ടിൽ സെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് വാൾപേപ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന കുറച്ച് വാൾപേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു പർപ്പിൾ കളർ വാൾപേപ്പർ ഇത് ആണ് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്ന വാൾപേപ്പർ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ മാറ്റാൻ പറ്റും. അതിന് തന്നെ ഒരു വേറൊരു കളർ കോമ്പിനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ കളർ കോമ്പിനേഷൻ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാൻ പറ്റും. വേണമെങ്കിൽ വേറെ ഇമേജസും കൂട്ടിച്ചേർക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് അപ്പിയറൻസ്. അപ്പിയറൻസിൽ നമുക്ക് ഇതിനകത്ത് ഡാർക്ക് മോഡ് കിട്ടുന്നുണ്ട്, ലൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡിന് ഡാർക്ക് മോഡിന് വൈറ്റ് മോഡിന് ഒരു കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഐക്കൺ സൈസ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ബാക്കി വരുന്ന ഈ ഒരു ആപ്പ് ഡ്രോവറിൻ്റെ സെക്ഷൻസൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാൻ പറ്റും. ഈ ഡോക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് വരുന്നതാണ് നോട്ടിഫിക്കേഷൻസ്. നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സിൽ വരുവാണെങ്കിൽ നമുക്ക് കുറേ അധികം ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസാണ്. ഇതിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് വരെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്.
അപ്പം ഇതിൽ കൊടുത്തേക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് പോപ്പപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് എന്ന് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ലോക്ക് സ്ക്രീനിലും നോട്ടിഫിക്കേഷൻസ് വേണോ വേണ്ടിയോ എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്താണ് സെർച്ച്. അപ്പം ഇങ്ങനെ സെർച്ച് കുറച്ച് ആപ്ലിക്കേഷൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണം റിമൂവ് ചെയ്യാം, വേണം കൂടി ചേർക്കാം. അപ്പം സെർച്ച് ചെയ്യേണ്ട ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്താണ് ആപ്ലിക്കേഷൻസ്. അപ്പം ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റാസ് ബാക്കിയെല്ലാം ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡ്രൈവറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്യുന്ന ഈ ഒരു സെക്ഷൻ ആണ്. അടുത്താണ് പ്രൈവസിക്കകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കണക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, ലൊക്കേഷൻ സർവീസ് കൊണ്ടുവന്നിട്ടുണ്ട്, തണ്ടർ ബോൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഫയൽ ഹിസ്റ്ററി ആൻഡ് ട്രാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്ക്രീൻ ലോക്ക് കൊണ്ടിട്ടുണ്ട്, പിന്നെ ഡയഗ്നോസിസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ വന്നിരിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ഓൺലൈൻ അക്കൗണ്ട്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം മാനേജ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, വിൻഡോസ് അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട്, ഏത് അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് ഷെയറിങ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീൻ ഷെയറിങ്ങും അതുപോലെ തന്നെ മീഡിയ ഷെയറിങ്ങുമാണ്. നമ്മുടെ പി.സിയുടെ സ്ക്രീൻ വേറെ ഏതെങ്കിലും മോണിറ്ററുമായിട്ടോ അതോ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു സ്പേസിൽ വെച്ചാണ്. അടുത്താണ് സൗണ്ട്സിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വോളിയംസും പിന്നെ സ്പീക്കേഴ്സും അതിൻ്റെ സെറ്റിങ്സ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അതിൻ്റെ തന്നെ ഈക്വലൈസർ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കണം, എന്തേലും സൗണ്ട് കേൾക്കണം, ലെഫ്റ്റ് റൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്താണ് പവർ. ഈ പവറിനകത്ത് കാണിക്കുന്ന ബാറ്ററി പെർസെൻറ്റേജും പിന്നെ ബാറ്ററി സേവർ, സ്ക്രീൻ ബ്രൈറ്റ്നസ്, പിന്നെ ടൈം ഔട്ട്, എത്ര നേരം കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫ് ആകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്താണ് ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ ഫാക്ടറി എനിക്ക് കുറച്ച് ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. അതായത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇവർ ഈ ഉബുണ്ടു 20.04 കൊടുത്തിട്ടുണ്ട്. 60 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ ഈ ഒരു OS സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ക്രീൻ റേഷ്യോ 16:9 ആണ് പ്രീ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് 16:10, 3:2, 4:3, 16:9, 5:4 എന്ന് പറഞ്ഞ് കുറേ അധികം റേഷ്യോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓറിയൻറ്റേഷൻ നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണം, പോർട്രേറ്റ് വേണം, പോർട്രേറ്റ് ലെഫ്റ്റ്, ലാൻഡ്സ്കേപ്പ് ഫ്ലിപ്ഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കെയില്, പിന്നെ ഫ്രാക്ഷൻ സ്കെയിലിങ്ങും വരുന്നുണ്ട്. അടുത്താണ് മൗസ് ആൻഡ് ട്രാക്ക് പാഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മൗസും അത് ലാപ്ടോപ്പിൻ്റെ ട്രാക്ക് പാഡൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ സ്പീഡ്, പിന്നെ എന്തേലും സ്പീഡിൽ റെസ്പോൺസ് ചെയ്യണം. ആ റൈറ്റ് ക്ലിക്ക് നമുക്ക് മറ്റേ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് അതിൻ്റെ റൈറ്റ് ക്ലിക്കിൻ്റെ ആ ഓപ്ഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രോളിംഗ് ഉണ്ടോ, 2 ഫിംഗർ സ്ക്രോളിംഗ് ഉണ്ടോ എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്താണ് കീബോർഡ് ഷോർട്ട് കട്ട്സ്. അപ്പോൾ ഇവിടെ കുറേ അധികം കീബോർഡ് ഷോർട്ട് കട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം, വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കീബോർഡ് ഷോർട്ട് കട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അടുത്താണ് പ്രിൻറ്റേഴ്സ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആകുന്ന കാര്യമല്ല, പ്രിൻറ്റേഴ്സ് ഉള്ളവർക്ക് മാത്രം. നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് വല്ല പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് എടുക്കുന്ന സ്പേസാണിത്. അടുത്താണ് റിമൂവബിൾ മീഡിയ. ഇവിടെ നമുക്ക് CD, DVD, പിന്നെ പെൻ ഡ്രൈവ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പം അതെല്ലാം ഈ ഒരു സ്പേസിലായിരിക്കും കാണിക്കുന്നത്. ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് ഇജക്റ്റ് ചെയ്യാനൊക്കെ. അടുത്ത ഓപ്ഷനാണ് കളറ്. അപ്പം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ലാപ്ടോപ്പ് സ്ക്രീനാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്താണ് റീജിയൻ ആൻഡ് ലാംഗ്വേജ്. ഇവിടെ നമുക്ക് നമ്മുടെ കീബോർഡ് ലേഔട്ടിൻ്റെ ഏത് ലാംഗ്വേജ് ആണ് സെലക്ട്, പിന്നെ നമ്മുടെ ഏത് ഫോർമാറ്റാണെന്നും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്ഥലം ഏതാണെന്നും പിന്നെ കീബോർഡിൽ യൂസ് ചെയ്തേക്കുന്ന ഫോർമാറ്റ് ഏതാണെന്നുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്താണ് യൂണിവേഴ്സൽ ആക്സസ്. അപ്പോൾ ഇവിടെ കുറേ സംഭവം കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ കളർ സൈസ്, ലാർജ് ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കാണാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ വരുന്നതാണ് യൂസർ. അപ്പം ഇവിടെ ഒരു സിംഗിൾ യൂസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യൂസറിൻ്റെ കൂടെ തന്നെ വേറെ യൂസേഴ്സിനെ വിൻഡോസിലെ പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊരു മൾട്ടി ഫങ്ഷണൽ ആയിട്ട് മാറും. കാരണം നമുക്ക് ഇപ്പം സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കുറേ അധികം അക്കൗണ്ട്സ് കാണും. ചിലപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ പേര് അഡ്മിൻ ആണെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നായിരിക്കും. ആ സ്റ്റുഡൻസിലായിരിക്കും എല്ലാ സ്റ്റുഡൻസും ലോഗിൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ അധികം അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഉബുണ്ടുവിൽ പറ്റുന്നുണ്ട്. പിന്നെ വരുന്ന ഡിഫോൾട്ട് ആപ്സ് നമ്മുടെ ഫോണിൽ നിങ്ങൾക്കറിയായിരിക്കും. ഏതെങ്കിലും ഒരു ആപ്പ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ലിങ്ക് വരുമ്പോൾ ക്രോം ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോം ആയിരിക്കും ഓപ്പൺ ആകുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഫയർഫോക്സ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ
നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയർഫോക്സിലായിരിക്കും ആ ലിങ്ക് ഓപ്പൺ ആകുന്നത്. അപ്പം ഡിഫോൾട്ടായിട്ട് എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പ്ലേ ആകാനും ഫോട്ടോ ഓപ്പൺ ആകാനും പിന്നെ വെബ് ബ്രൗസിങ്ങിനും മെയിൽ വരാനൊക്കെ ഓരോ ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് ഡേറ്റ് ആൻഡ് ടൈം. ഇവിടെ നമുക്ക് റീജിയൻ സെലക്ട് ചെയ്യാം. നമ്മുടെ ഏത് സ്ഥലത്താണ് ഉള്ളത്, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ക്ലോക്ക് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈം 24 hour ആണോ അതോ 12 hour ആണോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക് ടൈം സോൺ വരുന്നുണ്ട്. അവസാനമായിട്ട് നമ്മുടെ എബോട്ട് സെക്ഷൻ വരുന്നുണ്ട്. ഈ എബോട്ട് സെക്ഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും ഡിവൈസ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ നെയിമും അതുപോലെ നമ്മൾ ഈ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന നെയിമിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് ടെക് ലെനോവോ ഐഡിയാപാഡ് 330 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ മെമ്മറി എന്ന് കാണിച്ചിരിക്കുന്ന റാമാണ്. നമ്മുടെ പ്രൊസസ്സർ ഏതാണെന്നും കാണിച്ചിട്ടുണ്ട്. അതിന് ക്ലോക്ക് സ്പീഡും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഡിസ്ക് കപ്പാസിറ്റിയും കാണിച്ചിട്ടുണ്ട്. OS നെയിം കാണിച്ചിട്ടുണ്ട്. OS ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ജീനോം വേർഷൻ കാണിച്ചിട്ടുണ്ട്. വിൻഡോസ് സിസ്റ്റവും പിന്നെ അവസാനമായിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ പോയി കഴിയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഉബുണ്ടുവിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ടെങ്കിൽ നമുക്കവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉബുണ്ടുവിൻ്റെ സെറ്റിങ്സിൻ്റെ അത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഇത് ഞാൻ പരിചയപ്പെടുത്താം. അതിൻ്റെ പേരാണ് ടെർമിനൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫങ്ഷൻ ഓൾട്ടി അല്ലെങ്കിൽ ടെർമിനൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഇതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഹാക്കിംഗ് OS ആയിട്ടുള്ള കാളി ലിനക്സ്. കാളി ലിനക്സ് എന്ന് വെച്ചാൽ ലിനക്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ ലിനക്സിൻ്റെ വേറൊരു കോമ്പിനേഷൻ തന്നെയാണ് ഉബുണ്ടു, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡും. അപ്പം വിൻഡോസിലൊക്കെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നതാണ് ഇങ്ങനെ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എളുപ്പം എന്ന് മാത്രമല്ല കുറച്ചും കൂടി സെക്യൂർ എന്നും കൂടി നമുക്ക് ഇതിൽ പറയാൻ പറ്റും. നിങ്ങൾ സിനിമാസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ നേരത്ത് ചെറിയൊരു വിൻഡോ വരും, ആ വിൻഡോയിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു, പിന്നെ കുറേ കോഡൊക്കെ റണ്ണാവുന്നു. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് ബേസിക് ആയിട്ടുള്ള 2 കമാൻഡ്സ് ആയിരുന്നു. സുഡോ എന്നാണ് നമ്മൾ ഈ ഒരു ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ സുഡോയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് സുഡോ എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സുഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ സുഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഇതൊന്ന് അപ്ഡേറ്റ് റിഫ്രഷ് ആയിട്ട് കിട്ടും നമ്മുടെ വോയിസ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ അപ്ഡേറ്റ് ആയി കിട്ടും. ഇപ്പോൾ ഫെയിൽഡ് എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്താണ് ഈ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് റൺ ആകത്തുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മുടെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സുഡോ ആപ്റ്റ് ഗെറ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്രോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു 2 കമാൻഡ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കണം. ആദ്യത്തെ ആ കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ അടിക്കുക. അപ്പോൾ കുറേ സംഭവം ലോഡാകും, അത് നമ്മുടെ പാക്കേജ് ഡൗൺലോഡ് ആകും. പിന്നെ രണ്ടാമത്തെ സുഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ആ കമാൻഡ് കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പാക്കേജ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇതിൽ ക്രോമും പിന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് VLC പ്ലെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ടെർമിനൽ വഴി തന്നെയാണ്. പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് വല്ലതും അങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട, അല്ലാതെ വെറുതെ ഏതെങ്കിലും ഗെയിംസോ ആപ്ലിക്കേഷൻസോ ഡൗൺലോഡ് ചെയ്താൽ മതി എങ്കിൽ ഇത് ഇവിടെ ഉബുണ്ടുവിന് തന്നെ ഉബുണ്ടു സ്റ്റോർ ലഭ്യമാണ്. അപ്പം ഇവിടെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ആപ്ലിക്കേഷൻസും ഗെയിംസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബാക്കി ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം നോർമലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന സോഫ്റ്റ്വെയർസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇൻഡെപ്തായിട്ട് പോകുന്നില്ല. എനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.